തിരുവനന്തപുരം വട്ടപ്പാറയ്ക്ക് സമീപം നമ്മുടെ MC റോഡിൽ നിന്ന് കഷ്ടിച്ച് 200 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ടോട്ടലായിട്ട് 10 സെൻറ്റിൽ 2130 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച ഒരു വീടാണ്. നമുക്ക് വളരെ വിലക്കുറവെന്ന് പറഞ്ഞാൽ കേവലം 62,01,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. എന്നും വില പറയുമ്പോൾ 62 ലക്ഷം എന്നൊക്കെയല്ലേ പറയില്ല, ഒരു രസമില്ല. ഇന്ന് 1 രൂപയും കൂടെ കൂട്ടിയിട്ടുണ്ട്. നമ്മുടേതായി പ്രോപ്പർട്ടി നോക്കിയാൽ 10 സെൻറ്റ് സ്ഥലമാണുള്ളത് കേട്ടോ. അതായത് വീട്ടിന് ചുറ്റും ഗ്രാൻഡായിട്ടുള്ള സ്പേസ് ഉണ്ട്. ടോട്ടലായിട്ട് 5 ബെഡ്റൂം വരുന്ന വലിയൊരു വീടാണ്. 5 ബെഡ്റൂമും 2 കിച്ചണും അടങ്ങുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ വട്ടപ്പാറ ജംഗ്ഷനിൽ നിന്ന് വേറ്റനാട് റൂട്ടിലേക്ക് MC റോഡ് വഴി വരുമ്പോഴത്തേക്കും വേറ്റനാടൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഇടതുവശത്തായിട്ട് ഈദൻ ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു നഴ്സറി കാണാം. ആ നഴ്സറി കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോൾ വലത്തോട്ട് പ്രദീപ് നഗറിനകത്തേക്ക് കയറി വരുമ്പം തന്നെ കുറച്ച് ദൂരം വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് നമ്മൾ അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി. കയറി വരുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് പ്രോപ്പർട്ടി കാണാം. നല്ല വീതിയുള്ള റോഡ് ആക്സസ് ഉള്ള പ്രോപ്പർട്ടി. നമുക്ക് ഈ വീട് വന്നിട്ട് ഏകദേശം 15 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. പക്ഷേ നല്ല കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ്. പക്ഷേ കുറേ നാളായിട്ട് ഇങ്ങനെ അടച്ചിട്ടിരുന്നത് കാരണം അകത്തൊരു ഈർപ്പം നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പെയിൻ്റ് ഇളകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ അടച്ചിട്ടിരിക്കുന്ന വീട്ടിനകത്തൊരു മോയ്സ്ചർ കണ്ടൻറ്റ് ഡെവലപ്പ് ആവുമല്ലോ, അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള റീപെയിൻറ്റിങ് മാത്രം ചെയ്താൽ മതിയാവും. ഈ രീതിയിലാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത്. വീടിന് ചുറ്റുവട്ടമൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വണ്ടികൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്ഥലം കിട്ടുന്നുണ്ടാവും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ പറഞ്ഞ വിലയ്ക്ക് പോലും ഇവിടെയൊക്കെ 4 സെൻറ്റിലോ 5 സെൻറ്റിലോ ഉള്ളൊരു വീട് കിട്ടത്തില്ല. നമുക്കിവിടെ 10 സെൻറ്റ് സ്ഥലവും വീട്ടിന് ചുറ്റും ഇതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെക്കാനുള്ള സ്ഥലം, നിറയെയധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. മാവും പ്ലാവും തെങ്ങും ഇതുപോലെ ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. അത് പോയിട്ട് നമുക്കിതാ ഇവിടെ ഒരു 4-5 വണ്ടിയും കൂടെ ഇടാവുന്ന രീതിയിൽ സ്ഥലം കിട്ടും. വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്കിതാ ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കയറി വരുന്നത് നമ്മുടെ ഒരു കോമൺ ഏരിയയിലേക്കാണ്, അതായത് ലിവിങ് ഏരിയയിലേക്കാണ്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, നമുക്ക് ചിലയിടത്തൊക്കെ ഈ പെയിൻ്റ് ഒന്ന് പൊള്ളിയിരിപ്പുണ്ട്. ഇത് മാത്രം നമ്മളൊന്ന് ചിപ്പ് ചെയ്ത് കളഞ്ഞ് ഒന്നൊന്ന് പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെ ആയിട്ട് നമുക്ക് കിച്ചൺ വരും. കിച്ചണിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ അടച്ചിട്ടെടുത്തിട്ടുണ്ട്. ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം. അവിടെ നിന്ന് വരുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്, പുകയടുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഗ്യാസൊക്കെ ഇല്ലാത്തത് കൊണ്ട് വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് വിറകടുപ്പ്. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ നിലയിൽ തന്നെ 3 ബെഡ്റൂംസ് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് ആദ്യത്തെ ബെഡ്റൂം, താഴത്തെ നിലയിൽ തന്നെ 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം റീസെൻ്റ് ആയിട്ടൊക്കെ മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും വലിയ പഴക്കമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങളിലൊന്നും വേറെ റെനോവേറ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം, അവിടെയായിട്ട് അടുത്ത ബെഡ്റൂം, അങ്ങനെ ടോട്ടൽ 3 ബെഡ്റൂംസ് ആണ് താഴത്തെ നിലയിൽ വരുന്നത്. എല്ലാം തന്നെ ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. സെറയുടെ ഫിറ്റിങ്സ് ഒക്കെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ആയിട്ട് ഇതുപോലൊരു ടെമ്പററി പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു ഡോർ ഇട്ടിട്ടുണ്ട്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ടീഷൻ റിമൂവ് ചെയ്യാവുന്നതാണ്. മേളത്തെ നിലയിലേക്ക് വരുമ്പോഴത്തേക്കും 2 ബെഡ്റൂംസ് ആണ്. അത് പോയിട്ട് ഒരു കിച്ചൺ, നമുക്കിതുപോലൊരു കോമൺ ഏരിയ, ആ രീതിയിലാണ് പറയുന്നത്. അതിൽ ഈ 2 റൂമുകൾക്കും കൂടെ ഇങ്ങനെ ഒരു കോമൺ ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തുള്ള പൈപ്പ് ഫിറ്റിങ്സ് ആയാലും സാനിറ്ററൈസ് ആയാലും എല്ലാം തന്നെ പുത്തൻ കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട്. നമുക്കിവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം, മേളിൽ ഇതുപോലൊരു കിച്ചൺ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കിച്ചണിലായാലും സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് എല്ലാം അടച്ചിട്ടെടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം തന്നെ ഈ കാണുന്ന പോലെ സ്റ്റോറേജ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഇതാണ് നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസ്. ഇവിടെ ആയാലും റൂഫ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ നനയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ഇപ്പോൾ മേളത്തെ നില നിങ്ങൾക്ക് സെപ്പറേറ്റ് ആക്കി വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇതുവഴി നമ്മുടെ സൈഡിലൂടെ ഒരു സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഈ മേളിലത്തെ താമസക്കാർക്ക് മേളിലേക്ക് എൻട്രിയും കൊടുക്കാൻ സാധിക്കും. മുൻവശത്തേക്ക് നമുക്കൊരു ബാൽക്കണി ഏരിയയും കൂടെ വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഗ്രാൻഡ് വീടല്ലേ. ഇന്ന് ഇതുപോലൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിലയ്ക്ക് തീരില്ല. അതായത് 62 ലക്ഷം രൂപയ്ക്ക് ഇതുപോലൊരു വീട് വെക്കാൻ പറ്റത്തില്ല. ശരിക്കും നമുക്ക് 10 സെൻറ്റ് സ്ഥലത്ത് വലിയൊരു വീട് സ്വന്തമാക്കാം. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും.